ഹലോ. ഇന്ന് ഞങ്ങൾ എൻ്റെ മാമാടെ മോളുടെ ഹൽദി ഫംഗ്ഷന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണേ. ഹിബ ഒരു യെല്ലോ ഫ്രോക്കാണ് ഇട്ടിരുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് സ്റ്റേജിൻ്റെയും അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് എടുത്തിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കല്യാണ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ബാക്കിൽ ഫോട്ടോസൊക്കെ, അവിടെ കായലിൻ്റെ സൈഡാണ്. അപ്പോൾ ഒരു ചെറിയ റിസോർട്ടാണത്. അപ്പം അവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അവരിവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കല്യാണ പെണ്ണിനെ ഞങ്ങളെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച്, അറിയാവുന്ന പോലെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഹിബ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഞാനതിൻ്റെ ബാക്കിലും ഉണ്ട്. ഇടയ്ക്ക് എവിടെയോ നിൽപ്പുണ്ട്. ആ മെറൂൺ ഷോള് ഞാനാണ് കേട്ടോ. കല്യാണ പെണ്ണ് BDS ഡോക്ടറാണ് കേട്ടോ. കല്യാണം കഴിക്കുന്ന പയ്യൻ എഞ്ചിനീയറാണ്, ഗൾഫിലാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പെണ്ണിനെ കൊണ്ടുവന്ന് സ്റ്റേജിലോട്ടിരുത്തി. അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തത് മാമായും മാമിയും തന്നെ, കല്യാണ പെണ്ണിൻ്റെ ഉമ്മായും വാപ്പായും തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ മാമായും മാമിയും. പിന്നെ അത് കല്യാണ പെണ്ണിൻ്റെ ബ്രദർ, ആൾ ഗൾഫിലാണ്, അവനും എഞ്ചിനീയറാണ്. അപ്പോൾ അയാളുടെ എൻഗേജ്മെൻറ്റ് അടുത്ത ആഴ്ചയാണ്. ഇതെൻ്റെ ഉമ്മയുടെ അനിയത്തി ഹസ്ബൻഡുമാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് പിന്നെ കുറേ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തലേ ദിവസം നേരത്തെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും ഫ്രഷ് ആയിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വീണ്ടും പോയി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്നത്തെ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. ഞാനും ഹിബായും ഒക്കെ, ഞാൻ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്, ഹിബ ഒരു പാവാട ഉടുപ്പുമായിരുന്നു. അപ്പം ഈ ഡേ ആൻഡ് നൈറ്റ് ഇവൻറ്റ്സാണ് സ്റ്റേജും ഫുഡും എല്ലാം ചെയ്തത്. അതെല്ലാം എൻ്റെ ഇക്കാടെ തന്നെ, ഇക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ മോൻ തന്നെ ആയിരുന്നു. സൂപ്പർ സ്റ്റേജായിരുന്നു, ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും കല്യാണ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ മൈലാഞ്ചി ഇടുന്നതിനും ഡ്രസ്സൊക്കെ പിറ്റേന്നത്തേക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് അവരുടെ കസിൻസും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഡാൻസും ഒക്കെ കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ ഡാൻസൊക്കെ കളിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റ് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ വല്യമ്മയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ 12 മണിയോടുകൂടി അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ബ്രൈഡൽ ഗ്രൂമും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് മറ്റ് പ്രേയേഴ്സും സെറമണീസും ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എത്തിച്ചേർന്ന എല്ലാ ഗസ്റ്റിനോടും റിക്വസ്റ്റ് ആണ്, ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രിക്കുള്ള ടൈം ആയിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന പയ്യനെ ഡാൻസൊക്കെ കളിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പക്ഷേ പാട്ടിടാൻ നിവർത്തിയില്ലല്ലോ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് പാട്ടിടാൻ പറ്റിയില്ല. നല്ല ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ പയ്യനെ ഡാൻസൊക്കെ കളിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. നിക്കാഹ് ഹോളിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ അന്നത്തെ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ ഇത് പയ്യൻ്റെ എൻട്രിയാണേ. പയ്യൻ്റെ എൻട്രി എന്തായാലും എടുക്കാൻ പറ്റി, പക്ഷേ കല്യാണ പെണ്ണിൻ്റെ എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കല്യാണ ചെക്കൻ. അങ്ങനെ നിക്കാഹിൻ്റെ സമയമായി. നിക്കാഹൊക്കെ കഴിഞ്ഞു. പിന്നെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും വന്നതുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തന്നെ എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടുന്നതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ താഴെ ഇറങ്ങി. സ്റ്റേജിൽ കയറാൻ പറ്റാത്ത പ്രായമായവരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അവരെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ
ആ സമയം അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഡാൻസൊക്കെ കണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് പിന്നെ യാത്ര ചോദിക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ പിന്നെ കല്യാണ പെണ്ണ് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിറങ്ങാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരോടെയും പോയിട്ട് വരാമെന്നങ്ങ് പറ. ഇത് നിന്റെ അല്ലേ? അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.